ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കിനോടുമാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാവ് കലക്കണ്ട, അതുപോലെ മാവ് കുഴക്കണ്ട, പിന്നെ ഉള്ളിയൊന്നും വഴറ്റണ്ട കേട്ടോ, അത്ര ഈസിയാണ്. അപ്പോൾ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തതാണിത്. അത് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കന് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ക്രഷ് ചെയ്തതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കൂടുതലായിട്ട് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. രണ്ടും കൂടി 1 ടീസ്പൂണാണ്. പിന്നെ പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറി മസാല ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളകാണ് ചേർക്കുന്നത്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ കുരുമുളക് പൊടി റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിന്. അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ബോൾസിൻ്റെ ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്നാക്ക് ഉണ്ടല്ലോ, അത് ഈ മുട്ട മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഉള്ള മിക്സ് ഒന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴുകി പോയിക്കോളും. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോട്ടിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സേമിയ ഇതുപോലെ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള സ്നാക്ക് ഈ സേമിയ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നതിനേക്കാൾ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ സേമിയയിൽ കോട്ട് ചെയ്തെടുത്താൽ പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരെണ്ണം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് സേമിയ വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വീറ്റ് സ്നാക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാനിവിടെ സേമിയയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. കാരണം ആൾറെഡി ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കുക്കായതാണ്. അപ്പോൾ പുറമേ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഒരു വശം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊളി ടേസ്റ്റാണ്. തണുത്ത് കഴിയുമ്പോൾ ക്രിസ്പിനെസ് ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കിട്ടിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്